ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതായിട്ട് ചിരങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം പെട്ടെന്ന് തന്നെ വാർന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ വെള്ളം വാർന്നത് നമ്മൾ നേരെ കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 3 മുളകിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 3 വെള്ള അരിമുളകാണിത് സംഭവം. അപ്പോൾ അത് നമ്മൾ കീറിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. നമുക്കത് കുക്കർ അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ വന്നോട്ടെ. അപ്പോൾ 3 വിസിലിന് ശേഷം ഉള്ളതാണ്. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മൺകലം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് അങ്ങനെ പൊട്ടി വരട്ടെ. നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചിരങ്ങ വേവിച്ചത് നമുക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മളിതൊരു കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കഞ്ഞിവെള്ളമാണത്. അപ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.